മാതാപിതാക്കളെ കണ്ണീരിലാക്കി അന്യമതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടികൾ അവർ അനുഭവിക്കുന്ന ദുരിത കഥകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിലെത്തതാണ് ഹസീന മാതാപിതാക്കൾ ധിക്കരിച്ചുകൊണ്ടാണ് അന്യമതസ്ഥനായ സുരേഷിൻ്റെ കൂടെ ഒളിച്ചോടുന്നത്. ഈ പെൺകുട്ടി നാലഞ്ചിറ എന്ന സ്ഥലത്താണ്, വാടക വീട്ടിൽ വെച്ചാണ് ഹസീന ബീവി തൻ്റെ ഭർത്താവായ, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ സുരക്ഷിതനാണ്, ഞാൻ എന്നും സന്തോഷത്തിലാണ് എന്ന് പറയുന്ന സുരേഷിനാലാണ് കൊലപ്പെടുന്നത്. ഈ ഒരു സംഭവം 4 മക്കളുടെ ഉമ്മയാണ്. പ്രിയപ്പെട്ട മക്കള് അർദ്ധരാത്രി വല്ലാത്തൊരു ശബ്ദമാണ്. ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത്. പുറത്തു നോക്കുമ്പോൾ പിശാചിനെ പോലെ തൻ്റെ കയ്യിൽ കത്തിയുമായി നിൽക്കുന്ന ഉപ്പയാണ് കാണുന്നത്. അടുത്തിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. നോക്കെൻ്റെ പ്രിയപ്പെട്ടവരെ, നടുരാത്രിയുടെ ആ ഇരുട്ടിൽ ആ വീട്ടിൽ നിന്ന് ഉയർന്ന ആ ഭീകരമായ നിലവിളി ഒടുവിൽ ഒരു നാടിനാകെ കണ്ണീരിലാഴ്ത്തിയ, ആരും കരുതിയിരുന്നില്ല, കേവലം 33 വർഷം വയസ്സ് മാത്രം പ്രായമുള്ള 4 പിഞ്ചുമക്കളുടെ ഉമ്മയായ ഹസീന ബീവി ഇന്നില്ല. നമ്മുടെ പെൺകുട്ടികളുടെ അവസ്ഥ നോക്കണം. എത്ര പറഞ്ഞാലും ഉപദേശിച്ചാലും ഒന്നും ഉൾക്കൊള്ളൂല. അവസാനം ഈ ഒരു വാർത്ത, ആ പിഞ്ചുമക്കള് ഉമ്മയെ നഷ്ടപ്പെട്ട് രക്തത്തിൽ പുരണ്ട കത്തിയുമായി പിടിച്ച് പൈശാചിക ഭാവത്തോടെ നിൽക്കുന്നത് സ്വന്തം പിതാവായ സുരേഷ് ആണെന്ന് ആ മക്കൾ കണ്ട ആ നിമിഷം ഈ പ്രപഞ്ചത്തിൻ്റെ മനഃസാക്ഷി പോലും മറവിച്ചു പോയിട്ടുണ്ടാകും. കാരണം ക്രൂരതയ്ക്ക് ശേഷം അയാൾ കാറുമെടുത്ത് ഇരുട്ടിലേക്ക് മറഞ്ഞു പോയപ്പോൾ ഉമ്മയുടെ പ്രാണം പോകുന്നത് കണ്ടു നിൽക്കുന്ന ആ പൊന്നുമക്കൾ എന്ത് ചെയ്യണമെന്നറിയില്ല. നോക്കൂ, മാതാപിതാക്കളുടെ കണ്ണീരിൻ്റെ വില. മൂത്ത മകൻ ആ ദൃശ്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ വാപ്പ അതിക്രൂരമായി ഉമ്മയെ വധിക്കുന്ന ഒരു കാഴ്ച. ആ വാർത്ത കേട്ട് കേരളക്കര ഒന്നടങ്കം നടുങ്ങി വിറച്ചു പോയ, എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്നു നെഞ്ചിൽ കൈവച്ചൊന്നു ആലോചിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണീർ, അത് ഏത് വലിയ പ്രണയമാണെങ്കിലും, ഇനി മുസ്ലിമാണെങ്കിലും ശരി, നമുക്ക് ആദ്യം അവരെ തലോടലും അവരുടെ ക്യാരിങ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കും ഞാനിനി സ്വർഗീയ ജീവിതമാണ് എന്ന്. പക്ഷേ അവസാനം പലരുടെ അവസ്ഥ ഇതുപോലെയായിരുന്നു. കാരണം ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്താണ്? ഇങ്ങനെ ഒളിച്ചോടി മാതാപിതാക്കളെ വഞ്ചിച്ച് വരുന്ന പെൺകുട്ടികൾ നാം ആലോചിക്കേണ്ടതുണ്ട്. നാളെ നിന്നെക്കാളും സുന്ദരനായ, സുമുഖനായ, സമ്പന്നനായ ഒരാൾ കിട്ടിയാൽ അവൾ മറ്റൊരാളെ കൂടി ഓടി പോകാതിരിക്കില്ല എന്നുള്ളത് ഹസീനക്ക് ഇവിടെ സംഭവിച്ചത് അതാണ്. ഈ സുരേഷ് എന്ന് പറയുന്ന ഈ മനുഷ്യനിക്ക് ഹസീനയോട് വല്ലാത്ത ദേഷ്യവും ക്രൂരതയും വരാനുണ്ടായ കാരണം എന്താണ്? ഹസീന ആ വീട്ടിലേക്ക് ഒരു 3ാമതൊരാൾ കയറി വന്നപ്പോൾ ആ സുന്ദരമായ വീട് എങ്ങനെ ഒരു ശ്മശാനമായി മാറി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പുണ്ടാക്കിയിട്ടും പിറ്റേന്ന് പുലർച്ച ആ മനുഷ്യൻ്റെ ഉള്ളിൽ കത്തിമറയാത്ത വല്ലാത്ത ആ ക്രോധം, ദേഷ്യം അമർത്തിപ്പിടിച്ച ആ മനുഷ്യൻ അർദ്ധരാത്രിയാകുമ്പോൾ ഹസീനയെ ഇല്ലാതെയാക്കി. നോക്കൂ, ഒരു മാതാപിതാക്കളെ വഞ്ചിച്ച് വരുമ്പോൾ അത് അന്യമതസ്ഥരായ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് മറ്റു സമുദായത്തിലുള്ളവർ വരുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഈ 18 വർഷം വളരെ സ്നേഹത്തോട് ആ പൊന്നുമക്കളെ വളർത്തിയ ആ പൊന്നുമക്കള് സ്വന്തം മാതാപിതാക്കളെ പോലും വലിച്ചെറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ
അവർക്ക് നീ ഒന്നും പ്രശ്നമേ അല്ല. മറ്റൊരാൾ കിട്ടിയാൽ വലിച്ചോടും. 4 മക്കളുണ്ടായിട്ട് പോലാണ് ഈ ഹസീന ഇപ്പോൾ മരണപ്പെട്ടു പോയി. എന്നാൽ അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കണം, ഒരു തെറ്റിന്റെ പേരിൽ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമിയ വമൻ നഹ്യാഹ ഫകഅന്നമാ ഹിയ അന്നാസു ജമിയ. മറ്റൊരാളെ കൊല്ലുന്നത് അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെ കൊല്ലുന്നതിന് തുല്യമാണെന്ന വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് നോക്ക്, ആ പൊന്നുമക്കൾക്ക് ഉമ്മയെ നഷ്ടപ്പെട്ടു, വാപ്പയെ നഷ്ടപ്പെട്ടു. അവരുടെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ ഓർത്തു നോക്ക്. ആ മക്കൾ എങ്ങനെ സഹിക്കും? ഒരു ഭാഗത്ത് പൈശാചികമായി നിൽക്കുന്ന വാപ്പ, മറ്റൊരു ഭാഗത്ത്. കാരണം ഇങ്ങനെ പോകുന്നവർക്ക് പിന്നെ അവർക്ക് കുടുംബം ഉണ്ടാവില്ല. കാരണം 2 ഭാഗത്തുനിന്നും. കാരണം ഒരു പ്രിയപ്പെട്ട മോള് ഇങ്ങനെ മാതാപിതാക്കൾ അവഗണിച്ചുകൊണ്ട് ഒളിച്ചോടിയാൽ അവസാനം ആ വീട്ടിലേക്ക് ആ മാതാപിതാക്കൾ ആ മകളെ കയറ്റൂല. കാരണം അവർക്ക് വല്ലാത്ത വിഷമമുണ്ടാവും. നമ്മളെ വഞ്ചിച്ചു പോയവളാണ് നമ്മുടെ വീട്ടിലേക്ക് കയറരുത് എന്ന്. അങ്ങനെ അവരുടെ മാതാപിതാക്കൾ ആരെന്ന് പോലും ആ മക്കൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെയാണ് മറ്റു ഭാഗത്ത് പുരുഷനാണെങ്കിലും അങ്ങനെ അവരും ഒഴിവാക്കും. പിന്നെ ഈ കുടുംബത്തിന് ആദ്യം ആ മക്കൾക്ക് തുണ എന്ന് പറയുന്നത് ആരാണ്? ആ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും 2 ആൾ മാത്രമാണ്. ആ 2 ആളെ അവർക്ക് ലോകം എന്നുള്ളത്, പ്രപഞ്ചം എന്നുള്ളത് അവർക്ക് ആ 2 മാതാപിതാക്കളാണ്. അവർ തന്നെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ മക്കൾക്ക് ആരുണ്ട്? അവരെ സ്നേഹിക്കാൻ ആരുണ്ട്? ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി വാന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൻ്റെ കുടുംബത്തോട്, ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നാണ്. ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നുണ്ട് എന്ന് ഹദീസ് തിർമുദിൽ നമുക്കൊരു ഹദീസ് കാണാം. നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ചില വീഴ്ചകളൊക്കെ വരുമ്പോഴൊക്കെ അത് ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോയാൽ ആ ജീവിതം നിലനിൽക്കും. പക്ഷെ ഇങ്ങനെയാണെങ്കിലോ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ ആ പൊരുത്തത്തോടു കൂടി നൽകുന്ന ജീവിതം, അതിലെന്തെങ്കിലും സംഭവിച്ചെന്നേ വിചാരിക്കുക. അതിലും നല്ല ജീവിതം കിട്ടണമെന്നില്ല. ഒരുപാട് പല കഥകളും ജീവനൊടുക്കിയ കഥകളും നിരന്തരമായി കേൾക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഷഹീദിൻ്റെ അങ്ങനെ ഒരു ഭർത്താവ് അങ്ങനെ വധിക്കപ്പെടുകയാണെങ്കിൽ പോലും ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടേക്കും. പക്ഷേ ഈമാൻ തന്നെ ഇല്ലെങ്കിൽ എന്ത് ഷഹീദാണ്? ആ ജീവിതം നഷ്ടപ്പെട്ടു പോയില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ പൊന്നുമക്കൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവർക്ക് ഏതാണ് സത്യം ഏതാണ് അസത്യമെന്നറിയില്ല. കാരണം ഒരു ഭാഗത്ത് ഉപ്പയാണെങ്കിൽ സുരേഷാണ്, മറ്റൊരു ഭാഗത്ത് ഉമ്മയാണെങ്കിൽ ഹസീന ബിവിയാണ്. ഒന്ന് മുസ്ലിമും മറ്റൊരു ജാതിയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിവാഹം കഴിച്ചു പോകുന്ന മാതാപിതാക്കൾ അറിഞ്ഞു കഴിച്ചു പോകുന്നവരുടെയും ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ നാമത്തിനാൽ വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു ആയത്ത്, നമ്മുടെ ഭാര്യമാർ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ വീടിൻ്റെ ഒരു ജോലിക്കാരിയായിട്ടോ അവരെ വേദനിപ്പിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ ഉത്തരം പറയേണ്ടി വരും. നാളെ നാം രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മെക്കുറിച്ച് നല്ലത് പറഞ്ഞാലേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. എത്ര സഹോദരിമാരാണ് ചെറിയ ഒരു സുഖത്തിൻ്റെ പേരിൽ ഓടും, പിന്നെ മക്കളുണ്ടാകും, പിന്നെ അവസാനം ഇതായിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നോക്കൂ, ഇന്ന് ഹസീന ബീവിയുടെ ജീവിതം വല്ലാത്ത വേദനിപ്പിക്കുന്ന ജീവിതമാണ്. ഏറ്റവും വേദന എന്ന് പറയുന്നത് ആ പൊന്നുമക്കളാണ്. ആ 4 പൊന്നുമക്കൾ അവരെന്ത് തെറ്റ് ചെയ്തു? ആ പൊന്നുമക്കൾ അവർക്കിന്ന് ശൂന്യമാണ്. അവരുടെ മുമ്പിൽ ആരുമില്ല. വാടക വീട്ടിലാണ്. പിന്നെ ആര് വാടക കൊടുക്കും ആ വീട്ടിൻ്റെ? ആ വീട്ടിൽ എങ്ങനെ അവർക്ക് കഴിയാൻ സാധിക്കും? അവരെ കൊണ്ടുപോകാൻ ആരുണ്ടാകും? മാതാപിതാക്കളുണ്ടോ? അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ? ഇങ്ങനെ ഒളിച്ചുകൂടിയാൽ അവസ്ഥ അങ്ങനെയല്ലേ? ഭാര്യയുടെ മാതാപിതാക്കൾ അവർക്ക് അറിയില്ല അവരെവിടെയാണ് ജീവിക്കുന്നതെന്ന്. കാരണം അവർ വല്ലാത്ത മാതാപിതാക്കൾ വെറുപ്പോട് കൂടി ജീവിക്കുന്നവരാണ്. ആ പൊന്നുമക്കൾ അവർ രാവിലെ എഴുന്നേറ്റും വൈകുന്നേരം കാണുന്നത് ആ മാതാപിതാക്കൾ എന്നും കലഹിച്ചുകൊണ്ട് തർക്കിച്ചുകൊണ്ട് എന്നും കുസ്തിയിൽ ഏർപ്പെടുന്ന ഒരു രീതിയിലാണ് ആ പൊന്നുമക്കൾ കണ്ടു വളർന്നത്. അവർ വിചാരിക്കുന്ന ജീവിതം ഇത് തന്നെയാണ്. പലരും ഈ അടുത്തൊരു പ്രസംഗവേളയിൽ ഒരു കുട്ടികളോട് ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ആ കുട്ടികൾ ഏറ്റവും വെറുക്കപ്പെടുന്നത് നിക്കാഹാണ്, കല്യാണം എന്നുള്ളത് വേണ്ട എന്നാണ്. അതിനുള്ള കാരണം എന്താണ്?
കാരണം അവർക്ക് അവരുടെ ഉമ്മയും ഉപ്പയെ കണ്ട് മടുത്തിരിക്കുന്നു. എന്നും ആ വീട്ടിൽ കലഹമാണ്, എന്നും ആ വീട്ടിൽ വാക്തർക്കങ്ങളാണ്. ഇത് കണ്ടാൽ അവർ വിചാരിച്ചത് ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇങ്ങനെ വെറുപ്പോടു കൂടിയുള്ള ജീവിതം, ആ ജീവിതത്തിനേക്കാൾ ഒറ്റയ്ക്ക് ജീവിക്കലല്ലേ നല്ലത് എന്ന് വിചാരിച്ചു പലരും ഇന്ന് വിവാഹം പോലും തിരസ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഉപ്പയോടും ഉമ്മയോടും കണ്ണീർ എൻ്റെ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും അതിൻ്റെ ശിക്ഷ ഈ ലോകത്ത് തന്നെ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.